മക്കളേടാ, നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിന്റെ സെക്കൻഡ് ഇയറിന്റെ ഓണം എക്സാം വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊരു 95% നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് 7 ചാപ്റ്ററുകളാണ് ഈ ഓണം എക്സാമിനുള്ളത്. ആ 7 ചാപ്റ്ററുകളിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള ഉറപ്പായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന 20 ക്വസ്റ്റ്യൻസ്, അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 20 ക്വസ്റ്റ്യൻസ്. നിങ്ങളിത് നന്നായി ഒന്ന് നോക്കുക, ഉറപ്പായും ഉപകാരപ്പെടും. യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ റെഫർ ചെയ്ത് നോക്കിക്കൂ, ആ ക്വസ്റ്റ്യൻസിലെല്ലാം ഡെഫിനറ്റായും ഈ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ 20 ക്വസ്റ്റ്യൻ നല്ല ഭംഗിയായി പഠിച്ചുകൊണ്ട് പോവുക. എക്സാം ഹാളിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആകും. നമ്മുടെ ചാപ്റ്റർ 1, ആ ചാപ്റ്റർ 1 നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് നന്നായി ഇപ്പം നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ കേൾക്കുമല്ലോ. കേട്ടതിന് ശേഷം നിങ്ങൾക്കിതിൻ്റെ ആൻസേഴ്സ് പ്രയാസമാണെന്ന് കണ്ടാൽ നിങ്ങൾ നമ്മളെ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി, ക്ലാസ്സസ് വേണമെന്ന്. തീർച്ചയായിട്ടും അതിൻ്റെ നിങ്ങൾക്ക് ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്ന തരത്തിലേക്ക് അത് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ 1 ഈ ചാപ്റ്റർ 1 പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മാർക്കിന് പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ചാപ്റ്ററുകളിൽ ഒന്നാണ് ഏത്? ചാപ്റ്റർ 1. ആ ചാപ്റ്റർ 1 നിന്ന് ഒരു സംശയവും നമുക്ക് വേണ്ട. ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യന് ഉറപ്പായും ഉണ്ടാകും. എന്താ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? 3 challenges faced by independent India. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട 3 വെല്ലുവിളികളുണ്ട്. ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട വെല്ലുവിളികൾ? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അത് നിങ്ങളൊരു ഏറ്റവും കുറഞ്ഞതൊരു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 6-7 തവണ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് പബ്ലിക് എക്സാം ആയിക്കൊള്ളട്ടെ, ടെർമിനൽ ആയിക്കൊള്ളട്ടെ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം ഇന്ത്യ വിഭജനത്തെ സംബന്ധിച്ചുകൊണ്ടുള്ളതാണ്. കോൺസിക്വൻസസ് ഓഫ് ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യ വിഭജനത്തെ സംബന്ധിച്ച് ആ ഇന്ത്യ വിഭജനം ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാം, കോൺസിക്വൻസസ് എന്തൊക്കെ, അങ്ങനെ ഒരു ചോദ്യം അതിനകത്തുണ്ട്. നിങ്ങൾ മക്കളെ നോക്കിയാൽ മതി, ടെക്സ്റ്റിനകത്തുണ്ട്. നിങ്ങളത് പഠിച്ചു കാണില്ല, അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. മറ്റൊന്ന് നമ്മൾ 10ാം ക്ലാസ്സിലും പഠിച്ചിട്ടുള്ള 10ലെ ഹിസ്റ്ററിയിൽ നമ്മൾ പഠിച്ച ചോദ്യമാണ് ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്. അതായത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തെ സംബന്ധിച്ച്. ആ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം ഒരു എസ്സേ ക്വസ്റ്റ്യനായി നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അതിനല്ലെങ്കിൽ എസ്സേ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു സംശയം വേണ്ട, 3 മാർക്ക് അല്ലെ 4 മാർക്ക് അല്ലെ 2 മാർക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ ആ ടോപ്പിക് ഉറപ്പായും കയറി വരും. മറ്റൊന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്. ഇത് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതാ. ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെ സംബന്ധിച്ച്. അപ്പോൾ ഭാഷാ സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടത്, അതിന്റെ സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് ഒരു ചോദ്യം ഉണ്ടാകും. അങ്ങനെ 4 ചോദ്യങ്ങൾ ചാപ്റ്റർ 1 4 ചോദ്യം. എത്ര വലിയ ചാപ്റ്ററാ നിങ്ങൾക്കറിയാലോ. ആ വലിയ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ 4 ചോദ്യങ്ങൾ മാത്രമേ നിങ്ങൾ പഠിക്കാൻ പറയുന്നുള്ളൂ. ചാപ്റ്റർ 2 നിങ്ങൾ അധികം ഒന്നും പഠിക്കേണ്ട, 2 ചോദ്യം പഠിച്ചുകൊണ്ടോ മതി. എന്താ? ഡൊമിനൻസ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ ദ ഫസ്റ്റ് 3 ഇലക്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 5. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മേധാവിത്വത്തെ സംബന്ധിച്ച് ആദ്യ 3 തെരഞ്ഞെടുപ്പുകളിൽ 51 മുതൽ ആരംഭിച്ച ഇലക്ഷൻ പ്രോസസ്സിലെ ആദ്യത്തെ 3 ഇലക്ഷനുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മേധാവിത്വം എങ്ങനെ ഉണ്ടായി, അതിന് ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, അതിന് ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. ആ കാരണങ്ങൾ എന്തൊക്കെ എന്നതാണ് ക്വസ്റ്റ്യൻ നമ്പർ 5. ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഒരു ചോദ്യം കൂടെ പ്രതീക്ഷിക്കാം. എമർജൻസ് ഓഫ് ഒപ്പോസിഷൻ പാർട്ടീസ്. നിരവധി പ്രതിപക്ഷ പാർട്ടികളെ കുറിച്ച് പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ ക്ഷയത്തെ സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള ഒപ്പോസിഷൻ പാർട്ടീസ് എമർജ് ചെയ്യുന്നുണ്ട്. അതിലേതെങ്കിലും 1-2 ക്വസ്റ്റ്യൻ നമുക്ക് മാച്ച് ദ ഫോളോയിങ്ങിൽ വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ ഷോർട്ട് നോട്ടിൽ കയറി വരാം, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തന്നെ ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആയിട്ടും വരാം. അപ്പൊ ഏത് വിഭാഗത്തിലും ഉൾപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ് എമർജൻസ് ഓഫ് ഒപ്പോസിഷൻ പാർട്ടീസ്. അങ്ങനെ ചാപ്റ്റർ 2 വരെ നമ്മൾ കഴിയുമ്പോൾ കേവലം നമുക്ക് 6 ക്വസ്റ്റ്യൻസേ വരുന്നുള്ളൂ. ഇനി ചാപ്റ്റർ 3 പോയാൽ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്ന 2 ചോദ്യങ്ങളാ. ഏതാ? ഒന്ന് ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവത്തെ സംബന്ധിച്ച്. മറ്റൊന്ന് വൈറ്റ് റവല്യൂഷൻ, ധവള വിപ്ലവത്തെ സംബന്ധിച്ച്. അത് രണ്ടും ഒരു കമ്പാരിസൺ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. മറ്റൊന്ന് പറയുന്നത് ഫസ്റ്റ്
3 5-year പ്ലാൻസിനെ കുറിച്ച്. അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് മുതൽ ഇങ്ങോട്ട് ഷോർട്ട് നോട്ടിലേക്ക് വരെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യം ആദ്യ 3 പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച്. അത് കൂടുതലായി സാധ്യതയുള്ളത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് 3 5-year പ്ലാൻസിൽ നിന്ന് തീർച്ചയായിട്ടും വരാവുന്നത്. 10ാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 10 എന്ന് പറയുന്നത് ആ 10th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിക്കുന്നതാ നാം ചേരിചേരായ്മയെ കുറിച്ച്. 10ാം തരത്തിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സെക്കൻഡ് ചാപ്റ്റർ പഠിക്കുന്ന ചോദ്യമാണ് നാം നോൺ അലൈൻഡ് മൂവ്മെന്റിനെ കുറിച്ച്, ചേരിചേരായ്മയെ കുറിച്ച്. വളരെ പ്രധാനപ്പെട്ട മറ്റു 2 ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ 11 ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 12 എന്ന് പറയുന്നത് 2 സുപ്രധാനമായ യുദ്ധങ്ങളെ കുറിച്ചാണ്. ഒന്ന്, ഇന്ത്യ ജന്മം കൊടുത്ത ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച്, ബംഗ്ലാദേശിന്റെ 971 ബംഗ്ലാദേശ് വാർ. മറ്റൊന്ന് പറയുന്നത് വളരെയേറെ ദുരന്തങ്ങൾ സമ്മാനിച്ച, നമ്മൾ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ഏട് സമ്മാനിക്കുന്ന കാർഗിൽ വാർ ഓഫ് 1999, 1999 കാർഗിൽ യുദ്ധത്തെ കുറിച്ച്. അങ്ങനെ 3-4 ചാപ്റ്ററുകളിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടത് കേവലം 12 ക്വസ്റ്റ്യൻസ്. 4 ചാപ്റ്ററിൽ നിന്ന് 12 ക്വസ്റ്റ്യൻ, ശരാശരി ഒരു ചാപ്റ്ററിൽ നിന്ന് 3 ചോദ്യങ്ങൾ വെച്ച് മാത്രം. ഇത്രയും മാത്രം പഠിച്ചാൽ മതി. നമ്മൾ ഹാഫ് വേയിൽ എത്തി നിൽക്കുകയാ. ഏറെക്കുറെ +2 7 ചാപ്റ്ററുകളിൽ 4 ചാപ്റ്ററുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എത്ര ക്വസ്റ്റ്യൻസ് ഉള്ളട മക്കളെ? 12 ക്വസ്റ്റ്യനേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. പൊളിറ്റിക്കൽ സയൻസിനെ സംബന്ധിച്ച് ഈസിയായി നിങ്ങൾക്ക് ജയിച്ചു കയറാം. ചാപ്റ്റർ 5 ഇലക്ഷൻ ഓഫ് 1967, 1967 തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച. 1967 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിനെ ഹിസ്റ്റോറിയൻസ് വിശേഷിപ്പിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ എർത്ത് എന്നാണ്. എന്താ പൊളിറ്റിക്കൽ എർത്ത് എന്ന് പറയുന്നത്? അത് രാഷ്ട്രീയ ഭൂമികുലുക്കം സൃഷ്ടിച്ചു, ഒരു ഭൂകമ്പം സൃഷ്ടിച്ചു. ഏത് തെരഞ്ഞെടുപ്പ്? 1967 ഇന്ത്യൻ ചരിത്രത്തിലെ ടേണിംഗ് പോയിന്റായി കണക്കാക്കാവുന്ന ഒരു വർഷമാണ് 1967. അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അതിനുശേഷം അതിനേക്കാൾ പ്രാധാന്യമേറിയ ചോദ്യം 1969, 1969 പ്രസിഡന്റ് ഇലക്ഷൻ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ വീഡിയോ കാണുന്ന ഒരാൾ പോലും ഈ 2 ചോദ്യങ്ങളും പഠിച്ചിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും പഠിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 13 ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 14 ഉപകാരപ്പെടുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ചാപ്റ്റർ 6ന്റെ പ്രത്യേകത ഒരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. ചാപ്റ്റർ 6 ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. പക്ഷെ അതിന് കണക്റ്റഡ് ആയി 3 കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊരൊറ്റ കണ്ടന്റിൽ നിന്നുകൊണ്ടുള്ള അതിന്റെ 3 ബ്രാഞ്ചസ് എന്ന് വേണം നമുക്ക് വിശേഷിപ്പിക്കാം. എന്താണ് ആ ബേസ് എന്ന് പറയുന്നത്? എമർജൻസിയാണ്, അടിയന്തരാവസ്ഥയാണ്. അടിയന്തരാവസ്ഥയും ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായ ചോദ്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ 3 ചോദ്യങ്ങളിലായിട്ട് അതിനെ പരിമിതപ്പെടുത്തുന്നു. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 15 എമർജൻസിയുടെ ബാക്ക്ഗ്രൗണ്ട്. എമർജൻസിക്ക് ഒരു പശ്ചാത്തലമുണ്ടല്ലോ. ആ പശ്ചാത്തലം എന്ത്? നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ നോക്കിക്കോ, ഈ എമർജൻസിയിൽ നിന്നുകൊണ്ട് ഈ 3 15 16 17 ചോദ്യങ്ങളിൽ നിന്നുകൊണ്ട് ഉറപ്പായും ക്വസ്റ്റ്യൻസ്, എസ്എ ക്വസ്റ്റ്യൻ മുതൽ താഴേക്ക് നിങ്ങൾ നോക്കിയാൽ മതി. 2, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 16 ഈ എമർജൻസിയുടെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? ഈ അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലം പറഞ്ഞു, അടിയന്തരാവസ്ഥയുടെ കോൺസിക്വൻസസ് പറയുന്നു. അതൊരു ചോദ്യമാണ്. അടിയന്തരാവസ്ഥ സംബന്ധിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ എന്റെ ഡിക്ലറേഷനെ കുറിച്ചാണ്. എന്റെ പാറ്റേൺ തിരിച്ച ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ ഡിക്ലറേഷൻ വരേണ്ടതാ. ഡിക്ലറേഷനെ കുറിച്ച്, അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനം. അപ്പൊ അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലം, ഡിക്ലറേഷൻ ആൻഡ് കോൺസിക്വൻസസ്. ഒറ്റ ബേസിൽ നിന്നുകൊണ്ട് 3 ക്വസ്റ്റ്യൻസ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ മക്കളെ. ലാസ്റ്റ് ചാപ്റ്റർ 7. ചാപ്റ്റർ 7ലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കാകെ 3 ചോദ്യങ്ങളാണ്. അത് ഷോർട്ട് നോട്ടിൽ നമുക്ക് കിട്ടുന്നതാ. അത് ഷോർട്ട് നോട്ട് മുതൽ താഴേക്ക് നമുക്ക് വരുന്ന ചോദ്യങ്ങളാ. ഒന്ന് നർമ്മദ ബച്ചാവോ ആന്തോളൻ, ഒരു തർക്കവും വേണ്ട. നർമ്മദ ബച്ചാവോ ആന്തോളൻ അത്രമേൽ ഉറപ്പുള്ള ചോദ്യമാണ്. മറ്റൊരു ചോദ്യം ദളിത് പാന്തേഴ്സിനെ കുറിച്ച് ഇന്നിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. അതുകൊണ്ട് ആ ദളിത് പാന്തേഴ്സിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യമാണ്. നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ ചിപ്കോ മൂവ്മെന്റ്, ചിപ്കോ, നർമ്മദ, ദളിത് പാന്തേഴ്സ്. ഒരു സംശയങ്ങളുമില്ല. നിങ്ങൾ നോക്കിക്കേ, ഏറ്റവും സെലക്റ്റീവ് ആയിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ്, ആ 20 ക്വസ്റ്റ്യനുകൾ മാത്രം നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയാട്ടെ. ഒരു സംശയമില്ല, മികച്ച മാർക്ക് സ്കോർ ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.